നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചാരണത്തിന് സമാപനമാകുന്നത്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു. ദിവ്യ, ഗുഡ് മോർണിംഗ്. കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തടസ്സമാകുന്നത് മഴ മാത്രമാണ്. മഴ വില്ലനാകുമോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തോരാ മഴയായിരുന്നു. ഇന്നും മഴയുടെ കോളാണ്. രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. ഈ മഴ ഒരു കൊട്ടിക്കലാശത്തിന്റെ ആവേശം കെടുത്തുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. 3 മുന്നണികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ തന്നെ റോഡ് ഷോയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഇന്ന് വിവിധങ്ങളായ പരിപാടികളാണ്. 3 മണിക്കാണ് ഇവരെല്ലാം നിലമ്പൂർ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ റോഡ് ഷോയ്ക്ക് തുടക്കമിടുക. എന്നാൽ PV അൻവർ റോഡ് ഷോയ്ക്ക് ഇല്ല എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവർത്തകർ കൂട്ടമായിട്ട് ടൗണിലേക്ക് വരുത്തേണ്ട, അവർ വീടാന്തരം കയറി ഇറങ്ങട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അതുകൊണ്ട് PV അൻവർ റോഡ് ഷോയ്ക്കില്ല. ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തകരും എല്ലാം റോഡ് ഷോയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങളും അതുപോലെ തന്നെ വികസന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ഒരു ബന്ധം, അതിനെ കൂടുതൽ ആരോപണങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി എല്ലാ വേദികളിലും അതിനിശ്ചിതമായാണ് UDF-നെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ വിമർശിച്ചത്. ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശി UDF-ൽ എടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചത്. എന്നാൽ നഷ്ടപ്പെട്ടുപോയ 2016 നഷ്ടപ്പെട്ടുപോയ ആ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനെന്നുള്ള വലിയ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് UDF രംഗത്തിറക്കുന്നത്. അവരും ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിൽ തന്നെയാണ്, ആര്യാടൻ മുഹമ്മദിന്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയാണ് അവർ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വന്തമായിട്ട് ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പ്രവർത്തകർക്ക് കിട്ടുന്ന വലിയൊരു ആവേശം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ 2 തവണയായാലും PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ്. എന്നാൽ ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ CPM ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത പ്രവർത്തകർക്ക് ആവേശം നൽകുന്നുണ്ട്. PV അൻവറും അത് തന്നെയാണ്. എന്തായാലും ഇവർക്കിടയിൽ ഇവരെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ PV അൻവറിന്റെ മത്സരിക്കുന്നത് കത്രിക ചിഹ്നത്തിലാണ്. ആ കത്രിക പൂട്ട് ഈ 3 മുന്നണികൾക്കും വീഴ്ത്തും എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള ഒരുക്കങ്ങളും സർക്കാർ സംവിധാനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ബൂത്ത് തരത്തിലുള്ള കാര്യങ്ങളായാലും പോളിംഗ് സാമഗ്രികളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും അതിൻ്റെയും ഒരുക്കങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സുരക്ഷാ സംവിധാനങ്ങളും ഏകദേശം എല്ലാം ധാരണയായിട്ടുണ്ട്. അതിനായാലും എന്തായാലും ഈ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂർ പരസ്യപ്രചാരണം കുട്ടിക്കലാശം വലിയ ആഘോഷവും ബഹളവും അങ്ങനെ മറ്റ് രീതിയിലേക്കൊന്നും പോകാതിരിക്കാനുള്ള ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഈ നിലമ്പൂർ ടൗണിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ദിവ്യ, നിലമ്പൂരിൽ നിന്ന് പരസ്യപ്രചാരണത്തിന് സമാപനമാകുകയാണ്. B. ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്.